സംസ്ഥാനത്ത് നാളെ മുതൽ മഴയുടെ തീവ്രത കുറയും. ഞായറാഴ്ച മുതൽ വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ടയിലും കോഴിക്കോട്ടും 2 കുട്ടികൾ മുങ്ങി മരിച്ചു. കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും അവധിയാണ്. പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. വടക്കൻ കേരള തീരം മുതൽ വടക്കൻ കൊങ്കൺ തീരം വരെ തീരദേശ ന്യൂനമർദ്ദപ്പാത്തി രൂപപ്പെട്ടു. ഝാർഖണ്ഡിലും ഗംഗാതട പശ്ചിമ ബംഗാളിന് മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. രാജസ്ഥാന് മുകളിലെ മറ്റൊരു ന്യൂനമർദ്ദം ചക്രവാത ചുഴിയായി ശക്തി കുറഞ്ഞു. കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴയ്ക്കു സാധ്യതയുണ്ട്. ഇന്നു പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളത്തോടെ മഴയുടെ തീവ്രത കുറയും. ഞായറാഴ്ച മുതൽ വീണ്ടും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കർണാടക തീരത്തിന് മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. പത്തനംതിട്ടയിലും കോഴിക്കോടും 2 കുട്ടികൾ മുങ്ങി മരിച്ചു. കോഴിക്കോട് വടകരയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കുളത്തിൽ മുങ്ങി മരിച്ചത്. താഴെയങ്ങാടി ചേരാൻവിട അസ്ലമിന്റെ മകൻ സഹലാണ് മരിച്ചത്. നീന്താനിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെടുകയായിരുന്നു. കടമേരി RIC ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിയാണ് സഹൽ. പത്തനംതിട്ട ഇരവിപേരൂർ തിരുവാമനപുരത്തെ പാടശേഖരത്തിൽ കുളിക്കുന്നതിനിടെ കാണാതായ ജെറോം എബ്രഹാം സാബുവിന്റെ മൃതദേഹം കണ്ടെത്തി. അഗ്നിരക്ഷാസേനയും നാട്ടുകാരും നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെയാണ് ജെറോം അപകടത്തിൽപ്പെട്ടത്. 24 തിരുവനന്തപുരം.